വെൽക്കം ബാക്ക് ടു കുഞ്ഞെടുക്കള. ഇന്ന് നമുക്ക് ഒരു രസം ഉണ്ടാക്കാം. നാരങ്ങ വെച്ചിട്ടുള്ള ഒരു ലെമൺ രസം. അതിന് വേണ്ടിയിട്ട് കൊത്തമല്ലി ഇലയാണ് ഇതിൽ കൂടുതലും വേണ്ടത്. അത് തണ്ടോടുകൂടി തന്നെ എടുക്കണം. പിന്നെ കറിവേപ്പില, ഇത് സാമ്പാർ പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല വേവിച്ചുടച്ചതാണ്. പിന്നെ വേണ്ടത് തക്കാളി, പച്ചമുളക്, നാരങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഈ മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ തണ്ടോട് കൂടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. ഇത് ചെറിയൊരു തക്കാളിയാണ്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കായമാണ് എടുത്തേക്കുന്നത്. ഇത് കട്ടിക്കായ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കായ പൊടിയാണെങ്കിൽ അത് പിന്നീട് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. തക്കാളി എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വേവിച്ചുടച്ച് വെച്ചതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കായത്തിന്റെ പൊടി ചേർക്കുന്നവർക്ക് ഇപ്പൊ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കട്ടിക്കായ ആയതുകൊണ്ടാണ് ഞാൻ മുമ്പേ അത് ഇട്ട് കൊടുത്തത്. കായത്തിന്റെ പൊടി വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് താളിച്ചെടുക്കാം. പാൻ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടിയിട്ട് നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് നല്ല ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ആറിട്ട്. കറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി നമ്മൾ ഈ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് ആറിയ ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ കറിയുടെ അളവിനനുസരിച്ച് നമുക്ക് നാരങ്ങയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണിത്.
എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.